ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് വീണ്ടും തെളിവ് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും തെളിവ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയോട് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഒരു തെളിവും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് ഈ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരൻ വിശ്വസിക്കുന്നു? ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? നിരവധി ഉദാഹരണങ്ങൾ. ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ മഹാദേവപുര മണ്ഡലം എടുത്തു കാണിച്ച് അക്കമിട്ട് നിരത്തി ഓരോ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടികയിലെ കാര്യങ്ങൾ തന്നെ എടുത്തു കാണിച്ച് പറഞ്ഞപ്പോ ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും രാഹുൽ ഗാന്ധിയോട് പറയുന്നു, നിങ്ങൾ സംശയം ഉളവാക്കുകയാണ്, അടിയന്തരമായി തെളിവുകൾ ഹാജരാക്കണം. എനിക്ക് തോന്നുന്ന ഒരു ഉദാഹരണം, ആനക്കൊമ്പ് കടത്തിയപ്പോ, ചന്ദനമരം കടത്തിയപ്പോ തെളിവ് എവിടെ എന്ന് ചോദിക്കുന്നതായ വീരപ്പന്റെ റോളിലാണ് കേരളം ഇന്ത്യ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ. കടത്തുന്നത് മുഴുവൻ വീരപ്പനാണ്. ആനക്കൊമ്പ് കടത്തുന്നത് വീരപ്പൻ, ചന്ദനം കടത്തുന്നത് വീരപ്പൻ. അതേ വീരപ്പൻ ചോദിക്കുകയാണ് തെളിവുകളുടെ. ആ റോളിലാണ് ഇന്ത്യ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ. രാജ്യത്തെ ബിജെപിക്ക് വേണ്ടി വോട്ടുകൾ കള്ളമായി കടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ, അതിൽ കൂട്ടുനിൽക്കുന്നത് ബിജെപിക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ, അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ, നോട്ടീസ് അയക്കുന്നതും ഇലക്ഷൻ കമ്മീഷൻ. അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന ബിജെപിയുടെ സുപ്രധാന വ്യക്തി ഇന്നലെ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു, ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാകെ വലിയ രീതിയിൽ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട്. വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അത് അവ പറയുന്നു. ഏറനാട് നിയോജക മണ്ഡലത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ചാമുണ്ടേശ്വരി കുന്ന് എന്ന് പറയുന്ന കനിയാമ്പറ്റ പഞ്ചായത്തിലെ ഒരു പ്രദേശത്തെ എടുത്തു കാണിച്ച് അദ്ദേഹം പറഞ്ഞു, ആ പ്രദേശത്ത് ഹൈന്ദവനും മുസൽമാനും ഒരു വീട്ടിൽ താമസിക്കോ? ഞാനിതിന്റെ വോട്ടർ പട്ടിക മുഴുവൻ എടുത്തു. ഞാൻ കോഴിക്കോട് പത്രസമ്മേളനത്തിലായിരുന്നു നേതൃത്വ നിർദ്ദേശത്തിന് അനുസരിച്ച്. അതാണ് ഞാൻ വരാൻ കഴിഞ്ഞത്. അവിടെ വായിക്കുന്ന ജനങ്ങൾ ഒരു പ്രദേശത്തിന്റെ പേര്, വീട്ടുപേരില്ല പ്രത്യേകം ഒരു പ്രദേശത്തിന്റെ പേര്, ആ പേര് വെച്ച് ഓരോ വീട്ടിലെ ആളുകളുടെ വിശദാംശങ്ങൾ വോട്ടർ പട്ടികയിൽ വന്നു. ഒരൊറ്റ കള്ളവോട്ട് അവിടെ എന്ന് തെളിയിക്കാൻ അനുരാഗ് താക്കൂറിന് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷനെയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ഞങ്ങൾ വെല്ലുവിളിക്കാം. ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാൻ, രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്ത് ജയിക്കാൻ ഒരു കള്ളവോട്ടിന്റെ ആവശ്യകത ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ പറഞ്ഞു, ഏറനാട് നിയോജക മണ്ഡലത്തിൽ 3 മൈമൂലയുണ്ട്, 3 കള്ളവോട്ട. പത്രപ്രവർത്തകർ പോയി അവരിന്ന് പൂന്നു 3 വീട്ടിലെ 3 മൈമൂല. അവർ പറഞ്ഞു, ഞങ്ങൾ വേറെ മൈമൂലയല്ല, ഞങ്ങൾ ഒരൊറ്റ വോട്ടേ ഉള്ളൂ, ആ വോട്ട് മാത്രമേ ചെയ്തുള്ളൂ, ഞങ്ങൾ ചാലഞ്ച് ചെയ്യാം, വെല്ലുവിളിക്കാം. ഇന്ന് ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ആരോപണങ്ങളും ഓരോന്നായി തകർന്നു വീണു എന്നത് മാത്രമല്ല, രാജ്യത്തെ ബിജെപിയോട് ഇലക്ഷൻ കമ്മീഷനോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാനുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് പത്രസമ്മേളനം നടത്തുമ്പോ മഹാദേവപുര മണ്ഡലത്തിൽ കള്ളവോട്ട് നടന്നതിന്റെ ഓരോ ചിത്രങ്ങൾ വ്യക്തമാക്കി പത്രസമ്മേളനം നടത്തുമ്പോ കർണാടക ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് കൊടുത്തു. രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, അടിയന്തരമായി നിങ്ങൾ മറുപടി പറയണം, സത്യവാങ്മൂലം നൽകണം. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നു, വയനാട്ടിലെ സാധാരണക്കാരായ ആളുകൾ യഥാർത്ഥ വോട്ടർമാർ അവർ കള്ളവോട്ടർമാരാണെന്ന് പറഞ്ഞ് കള്ളപ്രസ്താവന നടത്തി ബിജെപിയുടെ നേതാവായ അനുരാഗ് താക്കൂർ പത്രസമ്മേളനം നടത്തുമ്പോ ഒരു നോട്ടീസ് നിങ്ങൾ കൊടുത്തോ? രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുക്കാണ്. ഒന്നാമത്തെ തവണയല്ല, വീണ്ടും നോട്ടീസ് കൊടുക്കാൻ അനുരാഗ് താക്കൂറിന് നിങ്ങൾ നോട്ടീസ് കൊടുക്കുമോ? ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യത. രണ്ടാമത്തെ ചോദ്യം ഇലക്ഷൻ കമ്മീഷനോടാണ്. പറയണം, നിങ്ങൾ ഭാരത് ന്യായ സംഹിത അനുസരിച്ച്, BNS അനുസരിച്ച്, ചാപ്റ്റർ 9 അനുസരിച്ച് അസത്യമായിട്ടുള്ള പ്രസ്താവന നടത്തിയാൽ ക്രിമിനൽ നടപടികൾക്ക് ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വം കൊടുക്കണം. യഥാർത്ഥ വോട്ടർമാരെ വ്യാജ വോട്ടർമാരെന്ന് മുദ്രകുത്തി, ജീവിച്ചിരിക്കുന്നവരെ ജീവിച്ചിരിക്കുന്നില്ല എന്ന് മുദ്രകുത്തി, അതോടൊപ്പം വ്യാപകമായ രീതിയിൽ തിരിമറി നടന്നു എന്ന് അസത്യ പ്രസ്താവനയ്ക്ക് നേതൃത്വം കൊടുത്ത അനുരാഗ് താക്കൂറിനെതിരായി നിയമപരമായ നടപടികൾക്ക് നേതൃത്വം കൊടുത്ത് ക്രിമിനൽ ചട്ടം അനുസരിച്ചുള്ള, BNS അനുസരിച്ചുള്ള, ചാപ്റ്റർ 9 അനുസരിച്ചുള്ള നിയമ പോരാട്ടത്തിന് ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വം കൊടുക്കുമോ? അങ്ങനെ ഓരോ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം. മറുപടി നിങ്ങൾ പറയില്ല. കാരണം ബിജെപിയോട് അണിചേർന്ന് ഈ രാജ്യത്ത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇതുപോലെ വോട്ട് തസ്കര സംഘത്തിന് നേതൃത്വം കൊടുത്ത് അധികാരത്തിലെത്തിക്കാൻ നേതൃത്വം കൊടുത്ത സംവിധാനമാണ് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ. ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ രാജ്യമാകെ അണിയടിച്ചുയരുന്ന പ്രതിഷേധം. ഇന്ന് നൈറ്റ്വാക്കിന് KPC പ്രസിഡന്റ് ഇവിടെ നേതൃത്വം കൊടുത്തെങ്കിൽ, KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് നേതൃത്വം കൊടുത്തെങ്കിൽ, രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകം കടമെടുത്തുകൊണ്ട് പറയുന്നു, എഴുതി വെച്ചോ. രാഹുൽ ഗാന്ധിയുടെ വാചകം ഇലക്ഷൻ കമ്മീഷനോടുള്ള പ്രഖ്യാപനമാണ്, കേന്ദ്ര സർക്കാരിനോടുള്ള പ്രഖ്യാപനമാണ്. എഴുതി വെച്ചോ, നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിക്കാതെ ഈ രാജ്യം പുറകോട്ട് പോകില്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം കേരളമാകെയുള്ള ജനത ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത.